അങ്ങനെ ഫുട്ബോൾ എന്ന ആ ഒരു സ്വപ്നം ജോസഫ് ഫനോയ്ക്ക് അവിടെ തകർന്നടിഞ്ഞ് വീഴുകയായിരുന്നു. അവിടെയായിരുന്നു ജോസഫ് ഫനോയ്ക്ക് പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെ, റെസ്ലിംഗ്. അവനും അവന്റെ അച്ഛനെ പോലെ റെസ്ലിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. അവന്റെ അച്ഛനെ പോലെ അവനും റെസ്ലിംഗ് റിംഗിലേക്ക് കിടക്കുകയാണ്. യെസ്, നമ്മുടെ പാർട്ട് 1 നമ്മൾ ഇവിടെ വെച്ചാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ആ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് 2 കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടില്ല. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണേ. സോ നമുക്ക് നേരെ വീഡിയോയിലിട്ട് എടുക്കാം. അങ്ങനെ 2010 WWE ട്രെയിനിങ് സെന്ററായ FCW, അതായത് ഫ്ലോറിഡ ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിൽ നമ്മുടെ ജോസഫ് ഫനോയ്ക്ക് അവസരം ലഭിക്കുകയുണ്ടായി. അവിടെ തനിക്ക് ഒരു റിംഗ് നെയിം കിട്ടുകയുണ്ടായി, ലീക്കി എന്ന് പറഞ്ഞ പേരിലായിരുന്നു. പക്ഷേ നമ്മുടെ ജോസഫ് ഫനോയ്ക്ക് അധികം നാൾ ആ ഒരു FCW തുടരാൻ സാധിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ തോൽവിയേറിയ മാച്ചുകളും ട്രെയിനിങ് ഗ്രൗണ്ടിലെ വീഴ്ചകളും എല്ലാം അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറി. അദ്ദേഹത്തിന്റെ ആ ഒരു FCW കരിയറും അദ്ദേഹത്തിന് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. നമ്മുടെ ജോസഫ് ഫനോയ്ക്ക് ഇതൊന്നും ഒരു തടസ്സമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒരു WWE സൂപ്പർ സ്റ്റാർ ആവണമെന്നായിരുന്നു. ആ ലക്ഷ്യത്തിലോട്ട് ജോസഫിനെ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2012 സർവർ സീഡ്സ് എന്ന പേപ്പറിൽ വെച്ച് WWE ചരിത്രം മാറ്റിമറിച്ച ഒരു സ്റ്റേബിൾ അരങ്ങേറ്റം കുറിച്ചു. ദി ഷീൽഡ്. ആ ഷീൽഡിലെ ഒരു മെമ്പറായി ജോസഫിനെ അല്ല, റോമൻ റെയിൻസ് WWE അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി. ആ ഒരു ഷീൽഡ് മെമ്പേഴ്സിൽ വന്ന 3 പേരുടെ അരങ്ങേറ്റമായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ലക്ഷ്യം ഒറ്റ തവണയെങ്കിലും റിംഗിൽ നീതി നടപ്പാക്കുക. അവർ അതിനെ റൂൾസ് തകർത്തു, അതിക്രമിച്ചു, ഡോമിനേഷൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. റോമൻ, ദി പവർ ഹോസ് ഓഫ് ദി ഷീൽഡ്; ഡീൻ ആംബ്രോസ്, അൺപ്രഡിക്റ്റബിൾ മൈൻഡ് ഇൻ ദ ഷീൽഡ്; സെത്ത് റോളിൻസ്, സ്പീഡ് ആൻഡ് എജിലിറ്റി ഇൻ ദ ഷീൽഡ്. ഇവർ 3 പേരും കൂടി WWE തകർക്കാൻ തുടങ്ങി. എല്ലാവരും സംസാരിച്ചു, എല്ലാവരും അമ്പരപ്പോടെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ആരാണ് ഇവർ? എവിടുന്ന് വന്നു ഇവർ? അങ്ങനെയുള്ള ചാനലുകളെല്ലാം WWE നിരന്തരമായി കേട്ടിരുന്നു. സോ അവർ വന്നത് മൂലം തന്നെ WWE ഓരോ മാച്ചിലും അവർ ഡോമിനേഷൻ ഉറപ്പിച്ചു. റൈബാക്ക്, ജോൺ സീന, അണ്ടർടേക്കർ പോലെയുള്ള സൂപ്പർ സ്റ്റാറുകളും ദ ഷീൽഡിന്റെ ആക്രമണത്തിൽ ചിതറിയിരുന്നു. ഒരു പവർ ഹൗസിനെ പോലെ റോമൻ റെയിൻസ് ഓരോ തവണയും തകർപ്പൻ എനർജി കൊണ്ട് റിംഗ് തകർത്തുകൊണ്ടേയിരുന്നു. റോമൻ റെയിൻസിന് കിട്ടാവുന്ന വെച്ച് ദി ബെസ്റ്റ് ഫാക്ഷൻ ആയിരുന്നു ദി ഷീൽഡ്. അവർക്ക് നല്ല കിടിലങ്കിലുള്ള സ്റ്റോറി ലൈനുകളും സെഗ്മെന്റുകളും മാച്ചസും അണ്ടർടേക്കറിന്റെ കൂടെയും ജോൺസിന്റെ കൂടെയും കെയിന്റെ കൂടെയൊക്കെ നല്ല കിടിലങ്കിലുള്ള മാച്ചുകളും ടാഗ് ടീം മാച്ചുകളൊക്കെ അവർക്ക് കളിക്കാൻ അവസരം ഉണ്ടായി. പക്ഷെ ആരാധകർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു ക്രാക്ക് ഉണ്ടാകുന്ന, ഇവർക്ക് തമ്മിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്ന, ഒരിക്കൽ അവരുടെ വഴികൾ വേറിട്ട് പോകും. WWE ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രേക്കപ്പ് അതാണ് ദി ഷീൽഡിന്റെ ബ്രേക്കപ്പ്. സോ ഞാൻ റോമൻ റെയിൻസ് ലൈഫ് സ്റ്റോറി പാർട്ട് 2 ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ പാർട്ട് 2 കാണാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കിട്ടുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗേസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.